രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട്. ചേച്ചിക്ക് 15 വയസ്സിലാണ് ഒരു പിമ്പിൾ പിമ്പിൾ പോലെ ബ്രസ്റ്റിന് താഴെ വന്നത്. അപ്പൊ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നുന്ന്, ഇത് ചിലപ്പോ ഭാവിയില് ഒരു ക്യാൻസർ ഗ്രോത്ത് ആയിട്ട് മാറാമെന്ന്. പക്ഷെ അന്നത് അവര് ശ്രദ്ധിച്ചില്ല. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അതൊരു ക്യാൻസർ ഗ്രോത്ത് ആയി മാറി എന്ന് പറയുന്നു. തന്നെ ഏതൊരു പ്രായത്തിലും ചെറിയ തടിപ്പുകൾ സ്ത്രീകൾ സ്വയം കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റണോ? ഓക്കെ. അതിന് വ്യക്തമായ നമുക്ക് ചില നിയമങ്ങളുണ്ട്. കാരണം ഇതെല്ലാം എവിഡൻസ് ആണല്ലോ. ഏത് മുഴയാണ് നമ്മൾ എടുത്ത് മാറ്റേണ്ടത്? കാരണം യങ് ഏജ് നമുക്ക് മാമോഗ്രാം ചെയ്യാൻ പറ്റില്ല. നമ്മൾ അൾട്രാസൗണ്ട് ആണ് ചെയ്യാറ്, അല്ലെങ്കിൽ MRI ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ തടിപ്പുകളെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം ക്യാൻസർ തടിപ്പുകൾ ആ സ്കാനിൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ മറ്റേ സാധാരണ തടിപ്പുകൾ വേറെ രീതിയിലിരിക്കും. അപ്പോൾ അങ്ങനെ സംശയാസ്പദമായ മുഴകൾക്കാണ് നമ്മൾ ആദ്യം ഒരു സൂചി വെച്ച് കുത്തി പരിശോധിക്കണം. ഓക്കെ. എന്നിട്ട് അതിൽ അബ്നോർമൽ ആയിട്ടുള്ള കോശങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ആ, ആ. എന്നിട്ടാണ് നമ്മൾ എടുത്തു മാറ്റുക. ഇത് ബ്രസ്റ്റ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു തൈറോയിഡും ഇതിൽ വളരെ, കാരണം വളരെയധികം തൈറോയിഡിൻ്റെ കേസുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് യങ് ഏജ് അതെ. സ്ത്രീകൾക്കാണ് കാണാറ്. അവിടെയും ഇത് തന്നെയാണ് വരുന്നത്. കാരണം തൈറോയിഡിൽ തടിപ്പുകൾ കോമൺ ആണ്. സ്ത്രീകൾക്ക് ഹൈപ്പോ തൈറോയിഡ് കുറയുന്നെല്ലാം അറിയാം നമുക്ക്. പക്ഷെ സാധാരണ തടിപ്പുകളാണെങ്കിൽ സ്കാനിൽ തന്നെ നമുക്കറിയാം ഒരു ഗ്രേഡിംഗ് ഉണ്ട്, ടിറാഡ്സ് 1, 2 അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഒരു അബ്നോർമൽ ആണെങ്കിൽ നമ്മളൊരു സൂചി വെച്ച് ഒരു FNAC ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തു മാറ്റാൻ പാടുള്ളൂ. കാരണം പലപ്പോഴും പേടിച്ച ആൾക്കാർ വരുന്നത് എല്ലാ തടിപ്പും എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് 4-5 തവണ ഈ മുഴകളൊക്കെ എടുത്ത് മാറ്റിയ ആൾക്കാർ നമ്മൾ ഓ. കാണാറുണ്ട്. അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അതിന് കോസ്മെറ്റിക് പ്രശ്നമുണ്ട്, ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായ സർജറികൾ ഒഴിവാക്കിയാണ് വേണ്ടത്. അപ്പോൾ ശാസ്ത്രം പിന്നെയും പറയുന്നത് ഈ ഒരു 50% സ്ത്രീകൾക്ക് മുഴകൾ വരാം, പക്ഷെ 50% സ്ത്രീകൾക്ക് ക്യാൻസർ വരുന്നില്ലല്ലോ. ഇല്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുഴയാണ് ക്യാൻസറായി മാറിയത് എന്ന് ശാസ്ത്രം പറയുന്നില്ല. അത് വേറൊരു ഭാഗത്ത് വേറൊരു മുഴ വളരാം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പിൻ്റെ പ്രാധാന്യം വരുന്നത്. സ്വയം പരിശോധിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. വലുതാവുകയാണെങ്കിൽ നേരത്തെ തന്നെ പോയി നോക്കണം. അതല്ലാതെ എല്ലാ മുഴകളും മാറ്റുക. ഇപ്പോൾ ഒന്ന് ബ്രസ്റ്റിലെ തടിപ്പുകൾ, തൈറോയിഡിലെ തടിപ്പുകൾ, പിന്നെ കൊഴുപ്പ് കട്ടികളുണ്ടാവും. പലർക്കും മേത്ത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഫാറ്റ് സ്വെല്ലിങ്സ് ഉണ്ടാകും. ലൈപ്പോമ എന്ന് നമ്മൾ പറയും. ഇതെല്ലാം എടുത്ത് മാറ്റാൻ പോയി കഴിഞ്ഞാൽ ദർ ഇസ് നോ എൻഡ് ടു ദാറ്റ്. എല്ലാം അപ്പോൾ എടുത്ത് മാറ്റാനേ മാറ്റാൻ സമയമുണ്ടാവുള്ളൂ. പാടില്ല നമ്മളത്. അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ചില രീതിയിൽ അത് തന്നെ ആ ഒരു മൈൻഡിൽ പിന്നെ ഒബ്സഷനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളൊരു ഓൺകോളജിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സാധാരണ നമ്മൾ ഡീൽ ചെയ്യില്ല. നമ്മൾ പറയും ഇത് നിങ്ങൾ ക്യാൻസർ ആണ്, ഞങ്ങൾ ചികിത്സിക്കാം, അതർവൈസ് യു ഗോ ടു ഫിസിഷ്യനോ സർജനോ കാണണം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ കറക്റ്റായിട്ട് നിങ്ങളൊരു ജനറൽ ഫിസിഷ്യൻ, ഫാമിലി ഫിസിഷ്യൻ്റെ അടുത്ത് പോയി നോക്കുകയാണ് വേണ്ടത്. പിന്നെ പറ്റണത്രയും ഈ സർജറികൾ ഒഴിവാക്കണം എന്നാണ് ഫസ്റ്റായിട്ട് പറയുന്നത്.